ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ഞാൻ എഴുന്നേറ്റപ്പോൾ ഏകദേശം ഒരു 9 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീച്ച പാടെ കണ്ട അവസ്ഥ ഇതാണ് കേട്ടോ. തലക്കിണിത്തെ കവറും കാര്യങ്ങളൊക്കെ മാറ്റി ഇതാ ബെഡിൽ ഒക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തലക്കിണിയോറയും കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്കിയുള്ളത് തിരുമ്പാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തലക്കിണിയോറയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൈയോടെ വിരിച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ. വിരിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല, ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ. ഞാൻ വിരിച്ചിട്ട് അടുക്കളയിൽ എത്തുമ്പോഴത്തേക്കും ഇവരെല്ലാം കൂടി കുത്തി മറിഞ്ഞ് കളിക്കും. എന്നാലും നമ്മുടെ മനസ്സമാധാനത്തിന് ഇരിക്കട്ടെ. അങ്ങനെ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഇത് അടുത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ രാത്രി വെച്ചത്. അപ്പോൾ എന്നാലും കുറച്ച് വെള്ളം കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇതങ്ങനെ തീരുമാനം എന്താ പറയുക, ശീലമൊന്നുമില്ല കേട്ടോ, എന്നാലും കണ്ടാൽ കുടിക്കും അത്രേ ഉള്ളൂ. പിന്നെ ഇതാ നീച്ച് വരുമ്പോഴത്തേക്കും ഇക്കയും ഫൈസിക്കുട്ടിയൊക്കെ 7 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓലുണ്ടാളും ഹോട്ടലിൽ പോയി ഫുഡും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്സ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതാ അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എനിക്ക് ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഫാദുക്കുട്ടി ഒരുമിച്ചാണ് കേട്ടോ എഴുന്നേറ്റത്. മദ്രസും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയത്. പിന്നെ ഇതാ ഞാനിത് തലേ ദിവസം കുറച്ച് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നാരങ്ങ ഇത് നമ്മൾ ലൈമൊക്കെ അടിച്ചിട്ട് ബാക്കി വരുന്ന തൊണ്ടുണ്ടല്ലോ, അത് ഇതാ കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ കുറച്ചാവുന്ന സമയത്ത് അച്ചാർ ഉണ്ടാക്കി നോക്കി വെക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന സംഭവമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അന്ന് തന്നെ കഴിക്കുമ്പോൾ നല്ല കഴിപ്പാണ്, പക്ഷെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ വിനാഗിരിയിൽ ഉപ്പിലൊക്കെ കടന്ന് കുതിർന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പിക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ എന്നൊന്നും ലൈം അടിക്കണില്ലല്ലോ, പിന്നെ ചില ദിവസം ഓർമ്മല്ലാതെ കളയുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇന്ന് ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പാലൊക്കെ തിളപ്പിച്ചെടുത്തിട്ട് കപ്പിൽ ഇതാ ബൂസ്റ്റ് പൊടിയും പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇക്കാക്കും പൈസക്കും എല്ലാവർക്കും കൂടി ഉള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കുടിക്കുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടാവും, അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് വെക്കേണ്ടി വരും. മടിച്ചിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ചായ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാ കപ്പിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇനി പ്രത്യേകിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊരു മൂഡില്ല, കാരണം ഫാദുക്കുട്ടി അധികം കഴിക്കൊന്നുമില്ല. പിന്നെ ഒന്നാമത് 10 മണി ആയി. ഇനി ബിരിയാണി കാര്യങ്ങളൊക്കെ കപ്സൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ദോശയും ഉണ്ടാക്കാനുള്ള ഒരു ടൈമും ഇല്ല, മൂഡും ഇല്ല. ഒന്നാമത് കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ 2 അരിപ്പൊടിയൊക്കെ കലക്കിയിട്ട് ചൂട് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. കറി ഇല്ലാത്തതുകൊണ്ട് കറി ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഉച്ചയാവുമല്ലോ. അപ്പോൾ പിന്നെ ഇതാ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ചായയും ബിസ്ക്കറ്റും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഇക്കാക്കും ഫൈസിക്കൊക്കെ ഫസ്റ്റ് തന്നെ ഒന്ന് ബൂസ്റ്റ് കൊണ്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ അടുക്കളയിൽ പുറത്തിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ബൂസ്റ്റും ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റും. അല്ലെങ്കിലും ഈ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഷേക്കോ അതുപോലെ തന്നെ പുഡിങ്ങും കേക്കൊക്കെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ബസ്മതി റൈസ് ഞാൻ അന്ന് ഇതാ വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചാലാണ് കറക്റ്റ് നമ്മൾ അളന്ന് വെക്കുന്ന ആ ഒരു വെള്ളത്തിനനുസരിച്ച് നമ്മൾ റൈസ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറക്കാതെ വേഗം ചെയ്യാൻ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അരി വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ അരി ആദ്യം തന്നെ ഒന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അരിയും കാര്യങ്ങളൊക്കെ കുതിരാൻ വെച്ചു. പിന്നെ സിങ്കിൽ രാവിലത്തെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ടപ്പേന്ന് പറഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സിങ്ക് ഒന്ന് വേഗം കാലിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ബീഫ് ഒന്ന് കഴുകി എടുക്കുകയാണ്, കഴുകിയിട്ട് ഊറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ടൈപ്പ് ബീഫ് ഉണ്ട് കേട്ടോ. കുറച്ച് ഒരു പാർട്സ് പോലെയാണ് കേട്ടോ, നമ്മുടെ എല്ലും പതിരും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ. അത് വൈകുന്നേരത്തെ റോസ്റ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് വേണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞു വൈകുന്നേരത്ത് മതിയെന്ന്. ഇതുണ്ടാകുമ്പോൾ പിന്നെ അതും കൂടി വേണ്ടല്ലോ പറഞ്ഞിട്ട് ഞാനത് വൈകുന്നേരത്തേക്ക് വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ കപ്സക്ക് വേണ്ടിയിട്ടുള്ള പീസ് മാത്രമാണ് ഇപ്പോൾ കഴുകിയെടുക്കുന്നത്. പക്ഷെ നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ചെറുതാക്കിയിട്ട് ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യണം ഭയങ്കര ദേഷ്യമാണ്. കാരണം ബിരിയാണീൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഈ ഇറച്ചിൻ്റെ പീസ് ഒന്നും കൂടി ചെറുതായി പോകും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീഫും കാര്യങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാനും വേണ്ടിയിട്ട് അതിലേക്ക് കപ്സ മസാല വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ ബീഫിന്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഒരു മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പ് നോക്കിയിട്ടിടാൻ നോക്കട്ടെ, കാരണം അതിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. പിന്നെ എക്സ്ട്രാ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ.
അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതാ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം കൂടിയിട്ടാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുന്നത്. ഇല്ലാതെ തന്നെ കൊണ്ടുവരും ഞാൻ അതേപോലെ തൊടിക്ക് കളയാണ് ചെയ്യുക. കാരണം നല്ല വാടിതായിട്ടായിരിക്കും കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കുള്ള ടേസ്റ്റും കൂടി ഇല്ലാതായി പോകും. അങ്ങനത്തെ അവസ്ഥയായിരിക്കും. പിന്നെ നമ്മൾ മുറ്റത്ത് ചെറുതായിട്ടൊരു കറിവേപ്പില തൈ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിന്നൊക്കെ അത്യാവശ്യമാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ഇടൂല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ലത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വാടിയ ചോയ ഉണ്ടാവുമല്ലോ കറിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഊരിയെടുത്തിട്ട് ബോട്ടിലാക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കറിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ബോട്ടിലാക്കി വെക്കാൻ. അതിനൊന്നുമുള്ളൊരു ക്ഷമയും ഇല്ല, സമയമില്ല. അതുകൊണ്ട് ഇതേപോലെ കയ്യോടെ ഇങ്ങനെ ഊരി വെക്കുകയാണ് കേട്ടോ. എന്നാലും കുറേ കാലമൊക്കെ നിൽക്കും. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ മല്ലിയിലയും സൂക്ഷിക്കാറുള്ളത്. ഇതേപോലെ ഒരു ബോട്ടിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ വേരും മണ്ണുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ മൂടിയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫാദുക്കുട്ടി എനിക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് തന്നില്ലാലോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവൾക്ക് 1, 2, 3 കൊടുത്താൽ പോരാട്ടോ, ആ ഡപ്പോടെ തന്നെ കൊടുക്കണം. അതിനുവേണ്ടി വാശി പിടിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 4-5 കൊടുത്തിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പച്ചമുളക് ഇതാ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് നമ്മളെ കപ്സയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അതാ ഞാൻ തക്കാളി 1-2 വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ തക്കാളി ടൊമാറ്റോ പ്യൂരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ കപ്സയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 വിസിൽ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒന്ന് പൊട്ടിച്ചിട്ട് കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ വേവിച്ചെടുത്ത തക്കാളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി മാറ്റി വെക്കാണ് കേട്ടോ. ഇത് കപ്സയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് മാറ്റിയത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 3-4 പീസിക്കാക്ക് വറുക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് നല്ല പീസ് നോക്കിയിട്ട് ഇതാ എടുത്ത് പാത്രത്തിൽ മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിൽ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് വറുക്കാനാണ് പറയണത്. ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പോൾ ഇതാ കുരുമുളക് പൊടി നോക്കുമ്പോൾ കുരുമുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കുരുമുളക് ഇങ്ങനെ 1 കിലോ ഒക്കെ വാങ്ങിയിട്ടും അതിങ്ങനെ പൊടിച്ചിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മളെ കപ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റും അതുപോലെ തന്നെ സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ നമ്മൾ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ആകെ കൈയും കൊണ്ട് ഇളക്കലും എടുക്കലും ഒക്കെ കൂടി പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ പട്ട, ഗ്രാമ്പു, ഏലക്ക സംഭവങ്ങളൊക്കെ ഇടാം. എന്നിട്ട് പിന്നെ സവാള ഇട്ട് വാട്ടി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ പച്ചമുളക് പേസ്റ്റും തക്കാളി പേസ്റ്റും ഒക്കെ പാടിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കപ്സ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി വേണ്ട, കുരുമുളക് പൊടി, കപ്സ മസാലയും മാഗി ക്യൂബും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ എത്ര അരിയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് ആ ഉണക്ക നാരങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുക്കുമ്പറും ഉള്ളി ഒക്കെ ഇട്ടിട്ടുള്ള സാലഡ് ഉണ്ടല്ലോ, ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ടുള്ളത്, അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. തൈര് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ടേസ്റ്റ് ആ ഒരു സാലഡാണല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, കുറച്ച് എരിവ് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പാകത്തിനാണ് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നത്. ഇതാ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു കുഴഞ്ഞ പോലെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സോസ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ വാങ്ങാറില്ല. കാരണം വാങ്ങിക്കഴിഞ്ഞാൽ ഇവർ വെറുതെ എടുത്ത് കുടിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ പാക്കറ്റ് വാങ്ങിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ എല്ലാത്തിലും സോസ് കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സോസ് അങ്ങനെ വലിയ കുപ്പി വാങ്ങിക്കാറില്ല. പിന്നെ ഞാൻ അപ്പുറത്തെ ബീഫ് ഞാൻ നേരത്തെ കുരുമുളക് കൂടിയിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഒന്ന് ഇതാ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൺഡേ വിശേഷങ്ങൾ ഇതാ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാ നമ്മളൊരു 1 മണിയായപ്പോഴത്തേക്കും ഇതാ നമ്മളെ ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ ഒരൊറ്റ ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫാദുക്കുട്ടീനെയും ഫൈസിക്കുട്ടീനെയും ഞാൻ വേറെ അപ്പുറത്തെ റൂമിൽ കിടത്തിയിട്ട് ഉറങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നെ ഇതാ അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ ചോറ് എന്ന ആ ഒരു മയക്കത്തിൽ ഇവരുടെ കൂടെ കിടന്ന് ഞാനും അറിയാണ്ട് ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേക്കുന്നത് 4 മണിക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടിച്ചുവാരി തുടക്കമൊക്കെ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാല്ലാ. ടാറ്റാ ബൈ, സീ യു.